തിരുവനന്തപുരം പാലോട് നവവധുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഗൂഢാലോചന പോലീസ് സംശയിക്കുന്നു. ഇന്ദുജയുടെ മരണത്തിന് പിന്നാലെ ഫോൺ ഫോർമാറ്റ് ചെയ്തത് അവരുടെ സുഹൃത്ത് അജാസ് ആണെന്നാണ് പോലീസിൻ്റെ സംശയം. അജാസ് തെളിവുകൾ നശിപ്പിച്ചെന്ന് പോലീസിന് സംശയമുണ്ട്. മരിക്കുന്നതിന് മുമ്പ് ഇന്ദുജ അവരുടെ ഭർത്താവിൻ്റെ സുഹൃത്തെന്ന് പറയുന്ന ഈ അജാസിനെയാണ് അവസാനം ഫോണിൽ വിളിച്ചത്. അടിമുടി ഒരു ദുരൂഹമായ ബന്ധമാണ് ഈ അജാസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. AV ജയശങ്കർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. ആരാണ് ഈ അജാസ്? ഗുഡ് മോർണിംഗ് SKN. ഈ അഭിജിത്തിൻ്റെയും ഒപ്പം തന്നെ ഇന്ദുജയുടെയും ഒരു സുഹൃത്താണ് ഈ അജാസ് എന്ന് പറയുന്നത്. ഈ അജാസ് ഇന്ദുജയുമായി വളരെ വലിയ ഒരു അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നു. ഈ ആദ്യഘട്ടത്തിൽ ഈ മരണമൊക്കെ നടന്നത് പിന്നാലെ ഈ ഗാർഹിക പീഡനവും അഭിജിത്തിൻ്റെ ക്രൂരതയൊക്കെയാണ് ഈ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസും നമ്മളുമെല്ലാം വിശ്വസിച്ചത്. പക്ഷേ പിന്നീടൊരു ഘട്ടത്തിൽ പോലീസ് അന്വേഷണത്തിൽ അഭിജിത്തിനെ ചോദ്യം ചെയ്ത ഘട്ടത്തിലാണ് അജാസ് എന്ന പേര് ഇന്നലെ രാവിലെയോടെ നമ്മൾ ഉയർന്നു കേൾക്കുന്നത്. പിന്നാലെ പോലീസ് വിശദമായ ചോദ്യം ചെയ്യൽ നടത്തിയതോടുകൂടി അജാസിന് ഈ ആത്മഹത്യയിൽ പങ്കുണ്ട് എന്നൊരു കാര്യം പോലീസ് തിരിച്ചറിയുന്നു. അജാസും ഈ അഭിജിത്തും ചേർന്ന് ഇന്ദുജയെ മർദ്ദിച്ചു ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം പോലീസ് ഈ രണ്ട് പ്രതികളെയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട അടിമുടി ദുരൂഹത എന്നൊരു കാര്യം പോലീസ് പറയുന്നത്. ഈ മരണശേഷം ഇന്ദുജയുടെ ഫോൺ പോലീസ് പരിശോധിച്ചിരുന്നു. ആ ഘട്ടത്തിൽ ഫോൺ ഫോർമാറ്റായ അവസ്ഥയിലായിരുന്നു. ഫോണിൽ ഒരു തരത്തിലുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല. അജാസ് ഈ ഫോണ് ഫോർമാറ്റ് ചെയ്തു എന്നാണ് പോലീസിന്റെ നിലവിലെ നിഗമനം. ഇന്ദുജയെ ആത്മഹത്യ ചെയ്ത കണ്ടെത്തിയ ശേഷം ആശുപത്രിയിലേക്ക് പോയ ഘട്ടത്തിൽ അഭിജിത്തിന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയാണ് അജാസ് ഫോർമാറ്റ് ചെയ്തെന്നാണ് പോലീസിന്റെ സംശയം. മനഃപൂർവ്വം ചില നിർണായകമായ തെളിവുകൾ, ചില ചാറ്റുകൾ ഉൾപ്പെടെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അജാസ് ഇത്തരത്തിൽ ഈ ഫോൺ ക്ലിയർ ചെയ്ത് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പോലീസിന്റെ ഒരു സംശയം. അതുപോലെ തന്നെ ഇന്ദുജയുടെ ഫോണിന്റെ പാസ്വേഡ് ഉൾപ്പെടെ അജാസിന് അറിയാമായിരുന്നു. ഈ അജാസിനെ കേന്ദ്രീകരിച്ച ഈ കേസിൽ കൂടുതൽ അന്വേഷണം വേണമെന്നൊരു നിലപാടിലാണ് പോലീസ് ഉള്ളത്. കാരണം അജാസ് ആണ് ഈ അഭിജിത്ത് ഒന്നാം പ്രതിയാണെങ്കിൽ പോലും രണ്ടാം പ്രതി അജാസിനാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പങ്കുള്ളത് എന്നൊരു സംശയം നിലവിൽ പോലീസിനുണ്ട്. കാരണം ഈ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും ഒടുവിൽ അജാസിനെയാണ് ഇന്ദുജ ഫോൺ ചെയ്തത്. അതുകൊണ്ട് തന്നെ പ്രതികളെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ഇന്നോ നാളെയോ കസ്റ്റഡി അപേക്ഷ നൽകും SKN. ഓക്കെ, താങ്ക് യു.